ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാനാ. റബ്ബിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉത്ബോധനം നടത്തപ്പെട്ടാൽ ബധിരന്മാരായും അന്ധന്മാരായും മൂകന്മാരായും അല്ല ഉപദേശങ്ങൾ കേൾക്കുന്നത്. ശരിയായ മനസ്സുകൊണ്ട് കേട്ടുറപ്പിച്ച് ജീവിതത്തിൽ അങ്ങനെ നിർവഹിക്കണം, ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടെ തന്നെ ശരിയായ നിലക്ക് വാള് കേൾക്കുന്നവരും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരും സുബ്ഹാനല്ലാഹ്, അവര് ചെറിയവരല്ലല്ലോ. അവർ അള്ളാഹുവിന്റെ അടിമകളായിട്ട് പറഞ്ഞ സ്വഭാവത്തിലല്ലേ അള്ളാഹു എണ്ണിയത്. ആ അടയാളങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറഞ്ഞത് അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണ് എന്നാണ്. മലക്കുകൾ അവരെ വരവേറ്റുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചു കൊണ്ടുപോകുന്നവര് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അത്തരക്കാരുടെ അടയാളങ്ങളിൽ പെട്ടതാണോ വഅദ് ജീവിതത്തിൽ പ്രതിഫലിക്കാനുള്ളതാണ്. ഉമ്മമാരെ ധാരാളം വഅദ് കേൾക്കാറില്ലേ? വഅദ് കൊണ്ട് ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടാകണം, വഅദ് കൊണ്ട് ജീവിതത്തിൽ നല്ല ഉപകാരമുണ്ടാകണം. വഅദ് കേൾക്കാൻ മടിയുള്ളവരാകരുത്, വഅദ് കേൾക്കുമ്പോ നിരസിക്കുന്നവരാകരുത്, തള്ളിക്കളയുന്നവരാകരുത്. മഹാന്മാരുടെ ഉപദേശങ്ങളോടാകണം നമ്മുടെ മനസ്സിൽ കൂടുതൽ താല്പര്യം. അതേ സമയത്ത് അനാവശ്യങ്ങളോട് താല്പര്യം കൂടുതലായി ഉണ്ടായി വരുന്നത് കാണുന്നു. എങ്ങനെ ഉസ്താദേ ഇത് മനസ്സിലാകുന്നത്? ചെറിയവരും വലിയവരും ഒക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഒഴിവ് കിട്ടുന്ന നേരത്ത് അല്ലെങ്കിൽ ഒരു സമയം കണക്കാക്കിക്കൊണ്ട് മണിക്കൂർ കണക്കിന് അനാവശ്യങ്ങൾ കേൾക്കുന്നതിന് വലിയ താല്പര്യം. അനാവശ്യം കേൾക്കുമ്പോ തീരെ താല്പര്യം ഇല്ലാത്തവരായി മാറുന്നവരാണ് മുഅ്മിനീങ്ങൾ. വഇദാ സമിഉൽ ലഗ്വ അറളൂ അൻഹു, അനാവശ്യം വല്ലതും കേട്ടാൽ ചെവി കൊടുക്കാതെ തിരിഞ്ഞു കളയുന്നു. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. വിശ്വാസികളുടെ അടയാളം എണ്ണിപ്പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞില്ലേ? വിജയിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എണ്ണിപ്പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞില്ലേ? വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് മാറിക്കളയുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങള്, യുവാക്കളും യുവതികളും, വിദ്യാർത്ഥിനികൾ ക്ഷമ എന്ന് പറയുന്ന വലിയൊരു ഇബാദത്ത് ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. ക്ഷമയാണ്. കൂട്ടുകാരികളും ചെയ്യുന്ന അഭിപ്രായങ്ങൾ ഒപ്പിടിക്കാതിരിക്കുക. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ചെയ്യാതിരിക്കുക. ഞാൻ ഇന്ന് സ്കൂളിൽ നിസ്കരിച്ചിരിക്കുമ്പോൾ ഒരു അവിടുത്തെ സീനിയർ ക്ലാസ്സിലെ 13ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി, ഒരു ചെക്കൻ പയ്യൻ വന്നിട്ട്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടി നല്ല അറബിക് സ്പീക്കിംഗ് ആണ്. അതിനോട് പറഞ്ഞു, നല്ല ഫുട്ബോൾ കളിക്കാരനാ ഉസ്താദ്, എനിക്ക് അമേരിക്കയിലേക്ക് ഒരു ചാൻസ് വന്നിട്ടുണ്ട്, അവിടുത്തെ ഫുട്ബോൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ. ഞാൻ എന്താ തീരുമാനം എന്ന് ചോദിച്ചു. ഞാൻ പോണ്ടേ സാറിന്റെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉമർ, നിന്റെ ദീൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ നീ അത് ചൂസ് ചെയ്യണ്ട. നിന്റെ ദീൻ സേഫ് ആണെങ്കിൽ നീ പോയിക്കോ. പറഞ്ഞു, എന്റെ ഉപ്പ അതാണ് എന്നോട് പറഞ്ഞത്. എന്റെ ഉപ്പ പറഞ്ഞു, മോനെ, നിന്റെ ദീൻ അത് പോയാൽ എല്ലാം പോയി, അതുണ്ടെങ്കിലേ നിനക്ക് എന്തോ ഉള്ളൂ എന്നെ ഉപ്പനോട് പറയാറുണ്ട്. ഞാനിപ്പോ ആ ഒരു റിക്വസ്റ്റ് ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. എനിക്കിപ്പോ ഇവിടെ സമാധാനമുണ്ട്, നല്ല നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു 13ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥി. നമ്മൾ ആലോചിച്ച് നോക്കി, മിക്സ്ഡ് ക്ലാസ് റൂമുകളാണ്, മിക്സ്ഡ് കൾച്ചറാണ്. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഈമാനികമായ ചിന്ത ആ മോന്റെ മനസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ ഇത് എത്ര വലിയ നന്മയാണ്, എത്ര വലിയ നന്മയാണ്. അല്ലാഹു കുട്ടിക്ക് നമുക്കൊക്കെ അല്ലാഹു ഹിദായത്ത് നിർത്തി തരട്ടെ. ഇതൊക്കെ ഇല്യൂഷനാണ്. നമ്മൾ ചുറ്റും നടക്കുന്ന ഈ സംഗതികളൊക്കെ ഭയങ്കര രസകരമാണെന്ന് തോന്നുന്നേ ഉള്ളൂ, അതിലൊന്നും രസമില്ല എന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ കണ്ണ് നനഞ്ഞുപോയി. ആ ഒരു കുട്ടിയാണ് ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു 18-19 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ് ഈ പറയുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. നമ്മുടെ സ്കൂളിലൊക്കെ എവിടെയെങ്കിലും സാഹചര്യങ്ങൾ കിട്ടുമ്പോഴേക്കും കുട്ടികൾ അടിച്ചു പൊളിച്ചങ്ങ് വഴിതെറ്റി പോകാതെ ആ ഒരു ഇരുട്ടിനുള്ളിൽ നിന്നുകൊണ്ട് വെളിച്ചം നൽകുന്നവരായി നമ്മുടെ മക്കൾക്ക് മാറാൻ കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ക്ഷമ എന്നത് അതൊരു പ്രഭയാണ്.
കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ ഇപ്പൊ 40 മിനിറ്റിന്റെ ബ്രേക്ക് ടൈമാണ്. ആ ബ്രേക്ക് ടൈമിൽ കുറെ കുട്ടികൾ നിസ്കരിക്കാൻ വരും. നമ്മളവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇന്റർനാഷണൽ ഒരു സിസ്റ്റത്തിലാവുന്നത് കൊണ്ട് നമ്മളവരെ എൻകറേജ് ചെയ്യും. അങ്ങനെ സ്ഥിരം നിസ്കരിക്കാൻ വരുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പോ അതിൽപ്പെട്ട മോനാണ് ഈ മോന്. ചുറ്റുവട്ടത്തും കുറെ ഹാങ് ഔട്ട്സ് കാണാം. കുട്ടികൾക്ക് സമയം കളയാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കാൻ അള്ളാഹു കുട്ടികളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും.